യഫ്തഹില്ലാഹു മിർ റഹ്മത്തിൻ, നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ അള്ളാഹു തുറന്നു തരുകയാണെങ്കിൽ ഫലാ മുംസിക ലഹ്, അള്ളാഹ് നിങ്ങൾക്കൊരു കാര്യം, ഒരു അനുഗ്രഹം, അത് നിങ്ങൾക്ക് ബിസിനസ്സിലൂടെ വിജയിക്കലാവട്ടെ, നിങ്ങൾക്ക് നല്ല സന്താനങ്ങളെ തരലാവട്ടെ, നിങ്ങൾക്ക് നല്ല ഭാര്യയെ തരലാവട്ടെ, നിങ്ങൾ നല്ല ഇസ്ലാമിക പഠനം പാണ്ഡിത്യം ഉൾക്കൊള്ളുന്ന പണ്ഡിതനാക്കലാവട്ടെ, നിങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള കഴിവ് കൽപ്പ് നൽകലാവട്ടെ, എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തുറന്നു തരുന്നുവോ, തരാൻ അള്ളാഹ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫലാ മുംസിക ലഹ്, അതിനെ തടയാൻ ലോകത്തിന് സാധിക്കുന്നതല്ല എന്നീ ശൈലി ഉൾക്കൊള്ളുന്നതായ ആ പദപ്രയോഗം വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറഞ്ഞതായ വാക്കിൽ കാണാവുന്നതാണ്. എന്നിട്ട് അല്ലാഹ് തുടരുന്നു, വലാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു ആർക്കെങ്കിലും ഇന്നത് നൽകണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇന്നത് സ്റ്റോപ്പ് ചെയ്യണം, അദ്ദേഹം ഇനി സമ്പാദിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് സമ്പാദ്യം അവസാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം അവസാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിസ അവസാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു, എന്ത് അള്ളാഹ് മസ്ക് ചെയ്യുകയാണെങ്കിൽ, പിടിക്കുകയാണെങ്കിൽ, ഫത്തഹിൻ്റെ നേരെ വിപരീതമാണ്. ഫത്തഹ് തുറന്നു കൊടുക്കൽ എന്നതാണല്ലോ, അള്ളാഹു ഫത്താഹാണ്, അങ്ങേയറ്റം വിശാലമായ ആ അനുഗ്രഹീത വഴി തുറന്നു കൊടുക്കലാണ്. അതിൻ്റെ നേരെ വിപരീതമാണ് ഇംസാക്ക്. അങ്ങനെ ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച് ഇംസാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, അള്ളാഹ്ക്ക് ശേഷം അതിനെ കൊടുക്കാൻ സാധിക്കുന്ന, അള്ളാഹ് പിടിച്ചതിനെ അത് നടക്കട്ടെ, ആ വിസ അങ്ങോട്ട് ചലിക്കട്ടെ, അത് പ്രവർത്തിക്കട്ടെ, അദ്ദേഹം ഇവിടെ നിൽക്കട്ടെ എന്ന് തീരുമാനിക്കാൻ ലോകത്തിന് സാധിക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ വഹുവൽ അസീസുൽ ഹകീം, അവൻ മന്യനാണ്, അവൻ ഹിക്മത്തിൻ്റെ ഉടമയാണ്.